ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്താണ് ആ പ്രസ്താവനയുടെ അർത്ഥം? എന്താണ് അതിനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബൈബിളിലും ഇങ്ങനെയാണ്, അതുപോലെ ആംപ്ലിഫൈഡ് ബൈബിളിലും പറഞ്ഞിരിക്കുന്നത്, മൈ ഓൾഡ് ഐഡൻറ്റിറ്റി ഹാസ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എൻ്റെ പഴയ വ്യക്തിത്വം, എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടത് പുതിയ മനുഷ്യനല്ല, ക്രൂശിക്കപ്പെട്ടത് പഴയ മനുഷ്യനാണ്. ആമേൻ. ആ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശൗലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, ന്യായപ്രമാണത്തിന് വേണ്ടി വാദിക്കുകയും ന്യായപ്രമാണത്തിന് വേണ്ടി മല്ല് ചെയ്യുകയും ന്യായപ്രമാണത്തിന് വേണ്ടി ജാതീയ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ മുടിച്ചു കളയാനും എരിവുണ്ടായിരുന്ന ഒരു പരീശൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആ പഴയ ഐഡൻറ്റിറ്റി. ആ പഴയ ഐഡൻറ്റിറ്റി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ആ പരീശൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല, ബെന്യാമീൻ ഗോത്രക്കാരൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല. മറ്റൊരു ഭാഗത്താൻ പറഞ്ഞ് തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നാണ്. ഇതൊക്കെ തനിക്കൊരു നേട്ടമായിരുന്നു. റോമ പൗരൻ, തർസോസിൽ നിന്നുള്ളവൻ, ഗമാലിയേലിൻ്റെ ശിഷ്യൻ, ഇങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ ജഡീകമായി തനിക്ക് പറയാനുണ്ട്. ഇതെല്ലാറ്റിനെയും ക്രിസ്തുവിനോടുകൂടെ താൻ ക്രൂശിൽ തറച്ചു. ഇനി ഇപ്പോൾ ജീവിക്കുന്നത്, തന്നിൽ ജീവിക്കുന്നത്